ഉച്ചവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വോട്ട് തേടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസ്, പാലക്കാട്ടെ ഓഫീസ് പൂട്ടിയ നിലയിലാണ് എന്നുള്ളതാണ് ഈ പരാതി കൊടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. അതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി MLA ഓഫീസിന് മുന്നിൽ നിന്ന് ആയിഷത്തുൽ ഷംനയുണ്ട്. ഷംന, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താൻ നടക്കാൻ പറ്റുന്നിടത്തോളം അവിടെ തന്നെ ഉണ്ടാകും, തന്റെ പ്രവർത്തകരെ വിജയിപ്പിക്കുക എന്നുള്ളത് കടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെ പോയി? എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്? പാലക്കാട് MLA നിലവിൽ എങ്ങോട്ടേക്ക് ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാനും നിമിഷം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. നിയമപരമായി നേരിടും എന്നാണ് പറയുന്നത്, സത്യം ജയിക്കുമെന്ന് പറയുകയാണ്. ഒപ്പം കോടതിയെ ബോധ്യപ്പെടുത്തും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ അദ്ദേഹം സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ കൂടി പറയണം. ഷംന, പറയൂ. അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ വാർഡുകളിലും UDFന്റെ പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീട് കയറി ഇറങ്ങി രാഹുൽ പ്രചാരണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഈ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ ഓഡിയോ തന്റേതല്ല എന്ന് നിഷേധിക്കുന്നില്ല? എങ്ങനെ ഒരു MLAക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഒപ്പം തന്നെ UDFന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് എങ്ങനെയാണ്, കോൺഗ്രസിൽ നിന്നും പാർട്ടി പുറത്താക്കിയ ഒരു MLAക്ക് എങ്ങനെയാണ് ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് ഇങ്ങനെ പാർട്ടി പരിപാടികളിലടക്കം പങ്കെടുക്കാൻ കഴിയുക? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ രാഹുൽ പ്രതിരോധം തീർത്തിരുന്നത് തനിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതിന് പരാതി ഉയരട്ടെ, നിയമപരമായി തന്നെ അതിൽ ഈ പറയപ്പെടുന്നവർ നിയമപരമായി മുന്നോട്ട് പോകട്ടെ, പരാതി നൽകട്ടെ എന്നൊക്കെ മറുചോദ്യങ്ങൾ ഉയർത്തിയായിരുന്നു. എവിടെ പരാതി എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ചോദ്യങ്ങൾക്ക് രാഹുൽ പ്രതിരോധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഈ പരാതിയാവുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണാനില്ല. ഈ നിലവിൽ വൈകുന്നേരമൊക്കെ പ്രചാരണം നടത്തേണ്ടിയിരുന്ന ചില വാർഡുകളിലൊന്നും രാഹുൽ ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ MLA ഓഫീസിൽ എത്തിയപ്പോൾ ഓഫീസ് പൂട്ടിയ നിലയിലാണ് കാണുന്നത്. മറ്റൊന്ന്, അല്പം മുമ്പാണ്, അരമണിക്കൂർ മുമ്പാണ് രാഹുലിന്റെ FBയിൽ ഒരു പോസ്റ്റ് വരുന്നത്. അതിങ്ങനെയാണ്: നിയമപരമായി തന്നെ എല്ലാത്തിനെയും നേരിടും, കുറ്റം ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി പോരാടും, സത്യം ജയിക്കട്ടെ എന്നൊക്കെയാണ് ആ FB പോസ്റ്റിലുള്ളത്. അതിലൂടെ രാഹുൽ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഇനി രാഹുൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് പരാതി എവിടെ എന്ന ചോദ്യമായിരുന്നു. എന്നാൽ ആ പരാതി നൽകിയതിനു ശേഷം മറ്റെന്തൊക്കെയോ പറഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് എന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലൊക്കെ വളരെ ശക്തമായി തന്നെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ അടക്കം മാധ്യമങ്ങളോടക്കം സംസാരിച്ചിരുന്ന MLAയെ ഇപ്പോൾ ഈ പരാതി, അതിജീവിത പരാതി നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്നതാണ് സാഹചര്യം. അനുജ, അതാണ് നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസാണ്. ഓഫീസ് താഴിട്ട് പൂട്ടിയ രീതിയിലാണുള്ളത്. എങ്ങോട്ടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത് എന്നത് വ്യക്തമല്ല. ഉച്ചവരെ അദ്ദേഹം സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണ രംഗത്തുണ്ടായിരുന്നു, അവിടെ തന്നെ തുടരുമെന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പരാതി ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കമെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.